അതേപോലെ തന്നെ മക്കയിലും മദീനയിലും താമസിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ പരമാവധി അവിടെ നിന്ന് പുറത്തു പോവാതിരിക്കുക എന്നതും ദജ്ജാലിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ്. എന്താണ് അതിനുള്ള കാരണം? കഴിഞ്ഞ ഹദീസുകളിലൂടെ നാം മനസ്സിലാക്കി, ഭൂമി മുഴുവൻ ദജ്ജാൽ ചുറ്റി സഞ്ചരിച്ചാലും മക്കയിലും മദീനയിലും അവന് പ്രവേശിക്കുക സാധ്യമല്ല. അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദജ്ജാലു ലാ യബ്ഖാ മിനൽ അർദി ശൈഉൻ ഇല്ലാ വതിഅഹു വഗലബ അലൈഹി ഇല്ലാ മക്കത വൽ മദീന. ദജ്ജാൽ ഭൂമിയുടെ എല്ലാ പ്രദേശത്തും പോവുകയും അവിടെയുള്ള ആളുകളെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. അവരൊക്കെ ഇവൻ്റെ ആളുകളായി മാറും. എന്നാൽ ഇല്ലാ മക്കത വൽ മദീന, മക്കയും മദീനയും ഒഴികെ മക്കയിലും മദീനയിലേക്കും അവന് പ്രവേശനമില്ല. അപ്പോൾ മക്കയിലും മദീനയിലും താമസിക്കുന്ന വിശ്വാസികളായ ആളുകൾക്കതൊരു സംരക്ഷണം തന്നെയായിരിക്കും. എന്നാൽ അറിയുക, മക്കയിലോ അതല്ലെങ്കിൽ മദീനയിലോ ചെന്നുപെട്ടാൽ അവർ നിഫാഖുള്ള ആളുകളാണെങ്കിൽ, അവർ ശരിയായ വിശ്വാസികളല്ലെങ്കിൽ അവരെ മദീനയിൽ നിന്ന് മദീന തന്നെ പുറത്തേക്ക് അവരെ കൊണ്ടുപോകുമെന്നാണ്. അതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം. ഫതൻതഫിദുൽ മദീനതു ബിഅഹ്ലിഹാ നഫ്ളതൻ ഔ നഫ്ളതൈൻ വഹിയ സൽസന. നഈം ഇബ്നു ഹമ്മാദ് റഹിമഹുള്ളയുടെ അൽ ഫിതൻ എന്ന ഗ്രന്ഥത്തിൽ സ്വഹീഹായ സനദോടുകൂടി നാം കാണുന്ന ഹദീസാണ്. ഫതൻതഫിദുൽ മദീനതു ബിഅഹ്ലിഹാ നഫ്ളതൻ ഔ നഫ്ളതൈൻ വഹിയ സൽസല ഫയഖ്റുജു ഇലൈഹി മിൻഹാ കുല്ലു മുനാഫിഖിൻ വമുനാഫിഖ. മദീന ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ, വേറെ ചില റിവായത്തിൽ 3 തവണ മദീനയിൽ ഒരു ഭൂമികുലുക്കമുണ്ടാകുമെന്നാണ്. ആ ഭൂമികുലുക്കം അതല്ലെങ്കിൽ ഒരു ചെറിയ കുലുങ്ങൽ മദീനക്കുണ്ടാകും, ഒരു സൽസലയുണ്ടാകും. എന്തിനാണത്? ഫയഖ്റുജു ഇലൈഹി മിൻഹാ കുല്ലു മുനാഫിഖിൻ വമുനാഫിഖ. ഹൃദയത്തിൽ കാപട്യമുള്ള മുഴുവൻ സ്ത്രീകളും പുരുഷന്മാരും മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകും, ദജ്ജാലിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ നിഫാഖുള്ള ആളുകളൊക്കെ ഈ പരിശുദ്ധമാക്കപ്പെട്ട മണ്ണിൽ നിന്ന് പുറത്തേക്ക് പോകും, ദജ്ജാലിൻ്റെ കൂടെ കൂടും. അതിൽ നിന്ന് മറ്റൊരു പോയിന്റ് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഹൃദയത്തിൽ ഇഖ്ലാസില്ലാത്ത ആളുകൾക്ക് ദജ്ജാലിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. കാരണം ദജ്ജാലിനെ പിൻപറ്റുന്നവരിൽ മഹാഭൂരിപക്ഷവും മുനാഫിഖീങ്ങളായിരിക്കും. നമുക്കറിയാം, 70,000-ഓളം യഹൂദന്മാർ അസ്ബഹാനിൽ നിന്ന് തന്നെ ദജ്ജാലിൻ്റെ കൂടെ ഉണ്ടാകും. മദീനയിലെ യഹൂദന്മാരുടെ അവസ്ഥ എന്തായിരുന്നു? പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അവരിൽ വലിയൊരു സംഘം മുനാഫിഖീങ്ങളായി പ്രവാചകൻ്റെ കൂടെ ഉണ്ടായിരുന്നു മദീനയിൽ. എല്ലാ നിലക്കും പ്രവാചകൻ അവർ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഒരു രാജ്യത്ത് അവരെ പൊറുപ്പിക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ അവർ പുറത്താക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അത് പിന്നീടും സംഭവിക്കും. അങ്ങനെ മദീനയിൽ വീണ്ടും മുനാഫിഖീങ്ങളുടെ സാന്നിധ്യമുണ്ടാകും. ആ മുനാഫിഖീങ്ങളായ ആളുകളൊക്കെ ദജ്ജാൽ വരുന്ന സന്ദർഭത്തിൽ മദീന ഒരു പ്രകമ്പനം കൊള്ളും. ആ മദീനയിൽ നിന്ന് അവരൊക്കെ പുറത്തേക്ക് പോയി ദജ്ജാലിൻ്റെ ആളുകളായിത്തീരും. അതുകൊണ്ട് ഇഖ്ലാസുള്ള ആളുകളാവണം. ഹൃദയത്തിൽ നിഫാഖുണ്ടാകരുത്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നും തന്നെ. എങ്കിലേ ദജ്ജാലിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അലാ ഇന്നൽ മദീനത കൽകീർ തുഖ്രിജുൽ ഖബീസ് ലാ തഖൂമു സ്സാഅതു ഹത്താ തൻഫിയൽ മദീനതു ശിറാറഹാ കമാ യൻഫി അൽ കീറു ഖബസൽ ഹദീദ്. ഉല, ഇരുമ്പിനെയും മറ്റും എന്ന് പറഞ്ഞാൽ ഇരുമ്പും മറ്റും ശുദ്ധിയാക്കാൻ വേണ്ടി ഊതുന്ന ആ ഒരു വസ്തു, അത് ഇരുമ്പിനെയും സ്വർണത്തെയും മറ്റുമൊക്കെ ശുദ്ധീകരിക്കുന്നത് പോലെ മദീന എപ്പോഴും അതിനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും. ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് മദീനയിലുള്ള മുഴുവൻ ഷർറിൻ്റെ ആളുകളെയും മദീന പുറത്തേക്ക് തള്ളുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇഖ്ലാസുള്ള ഈമാനുള്ള ആളുകൾ, അവർക്ക് ഈ പുണ്യനാടുകളിൽ താമസിക്കാൻ ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ അവർ അവിടം വിട്ടു പോവേണ്ടതില്ല, അവിടെ തന്നെ നിൽക്കലാണ് അവർക്ക് ഖൈറ് എന്നാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹാദാ വല്ലാഹു തആല ആലം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും ദജ്ജാലിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ എല്ലാം കൂടെ നിരന്തരമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദജ്ജാലിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം.